വനത്തിൽ മാത്രം കണ്ടുവരുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് വിളയിച്ച സന്തോഷത്തിലാണ് മൂവാറ്റുപുഴ ആവോലി സ്വദേശി PJ മാത്യുവും കുടുംബവും. ഔഷധ ഗുണങ്ങളും വ്യത്യസ്ത രുചിയും കൊണ്ട് ശ്രദ്ധേയമായ മൂട്ടിപ്പഴം കാണാൻ നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. മൂവാറ്റുപുഴ ആവോലി സ്വദേശി മാത്യുവിന്റെ വീട്ടുമുറ്റത്താണ് ചെറിയ ചുവന്ന ബൾബുകൾ തെളിയിച്ചതുപോലെ മൂട്ടിപ്പഴം കായ്ച്ചു നിൽക്കുന്നത്. മണ്ണിന് തൊട്ടുമുകളിൽ തുടങ്ങി മരത്തിന്റെ തടിയിലും പ്രധാന ശിഖരങ്ങളിലും വരെ കുലകുലയായാണ് പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ജനുവരിയോടെ പൂക്കുന്ന മരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിളവെടുപ്പിന് തയ്യാറാകുന്നത്. മധുരവും പുളിയും ചവർപ്പും ഒത്തുചേർന്ന പ്രത്യേക രുചിയാണ് മൂട്ടിപ്പഴത്തിൻ്റെത്. വണ്ണപ്പുറം മടിരിങ്ങാട് വനത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ആദ്യമായി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം കാശില്ല അവനകത്ത്. പിന്നെ ഈ പരാഗണം വേണമെന്ന് പറഞ്ഞിട്ട് അലയും പുള്ളി ഒരു മരത്തിന് കൊണ്ട് വെച്ചപ്പോഴാണ് കൂടുതൽ കാശ് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇത് നല്ലൊരു ഔഷധമുള്ള ഗുണമുള്ള എന്നാണ് പറയേണ്ടത്. കാട്ടുനെല്ലി, മൂട്ടിപ്പുളി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പഴമായി കഴിക്കുന്നതിന് പുറമെ ഇതിന്റെ തോടുൾപ്പെടെ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ട്. വൈൻ, ജ്യൂസ് നിർമ്മാണത്തിനും മൂട്ടിപ്പഴം ഏറെ അനുയോജ്യമാണ്. ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് മൂട്ടിപ്പഴത്തിന്റെ തൈ കൊണ്ടുവന്നതെന്ന് മാത്യുവിന്റെ ഭാര്യ ഡോളി പറഞ്ഞു. ഈ വർഷമാണ് ഇത്രയും കൂടുതലായിട്ട് നിറച്ചുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരു പഴം ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കാട്ടിലുള്ള സാധനമാണിത്. പ്രത്യേകം വളമൊന്നും ചെയ്യണില്ല, നമ്മൾ സാധാരണ ഇതുള്ളൂ. പിന്നെ നല്ല വെയിലായോണ്ട് നനച്ചു കൊടുക്കണ്ടായിരുന്നു. വനമേഖലകളിൽ കരടി, മാൻ, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ പ്രിയപ്പെട്ട ആഹാരമാണിത്. പുറംതോടിന് കട്ടി കുറവായതിനാൽ മൃഗങ്ങൾ ഇത് മുഴുവനോടെയാണ് കഴിക്കാറുള്ളത്. മരം നിറയെ ചെറിയ ചുവന്ന ബൾബുകൾ തെളിയിച്ചതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഈ ദൃശ്യഭംഗി കാണാൻ നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.